ഇന്ന് നമുക്കൊരു ട്രഡീഷണൽ റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഇതുപോലെ നീളത്തിന് സ്ലൈസ് ചെയ്തെടുത്ത ചക്കക്കുരു ഒരു പാനിലേക്കോ ചട്ടിയിലേക്കോ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതേ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് അര കപ്പ് തേങ്ങ, അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-6 കാന്താരി മുളക്, അര ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ച് നോക്കാം. അപ്പോൾ ഇത്രയും വെള്ളവും തന്നെ ബാക്കി വന്നിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ള മുരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ സവാള ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് കുക്കായി. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇളക്കാൻ പാടില്ല. ഈ വെള്ളം എല്ലാം നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്കും തന്നെ ഈ അരപ്പിൻ്റെ പച്ചച്ചുവ മാറിക്കിട്ടും. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും തന്നെ ഈ വെള്ളം എല്ലാം കുക്കായിക്കോളും. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ വെള്ളം എല്ലാം വറ്റി. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓയിൽ ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള ട്രഡീഷണൽ റെസിപ്പിയാണ്. തീർച്ചയായും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം നമ്മൾ പഴയകാല റെസിപ്പിയാണ്. ചക്കക്കുരുവൊന്നും കിട്ടിയ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലുള്ള റെസിപ്പികൾ ഉണ്ടാക്കി നോക്കാം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.